400 വർഷത്തിലധികം പഴക്കമുള്ള ഒരു തേക്ക് മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഒരു തേക്കാണ് എൻ്റെ പുറകിൽ കാണുന്നത്. നമ്മളിതിൻ്റെ സെൻട്രലായിട്ട് കാണുന്നതാണ് 400 വർഷത്തിലധികം പഴക്കമുള്ള ഒരു തേക്ക്. അതിന് ചുറ്റിലുമാണ് ഈ ഒരു അരയാൽ വന്നിട്ടുള്ളത്. ആ ഒരു അരയാലിന് മാത്രം 250 വർഷത്തിലധികം പഴക്കമുണ്ട്. 400 വർഷം പഴക്കമുള്ള ഈ ഒരു തേക്കിന് 6 മീറ്ററിലധികമാണ് ചുറ്റളവ് വരുന്നത്. മാത്രമല്ല 250 വർഷം പഴക്കമുള്ള ഈ ഒരു അരയാലിന് വരുന്നത് 12 മീറ്ററിലധികമാണ് ചുറ്റളവ്. 2025 സെപ്റ്റംബറിലാണ് ഈ കാണുന്ന ആലും തേക്കും പൈതൃക വൃക്ഷമായി പ്രഖ്യാപിച്ചത്. പൈതൃക വൃക്ഷമായി പ്രഖ്യാപിച്ചതോടുകൂടി ഈ ഒരു തേക്ക് മരം കാണാനായിട്ട് ഒരുപാട് ആളുകളാട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു തേക്ക് മരത്തോട് ചേർന്ന് ഒരു കുഞ്ഞ് ക്ഷേത്രമുണ്ട്, കന്നിമാരിയമ്മൻ ക്ഷേത്രം. കൂടാതെ ഈ ഒരു മരത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ചുറ്റിലും വേലി കെട്ടി അടച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് ഈ കാണുന്നത്. അതായത് തേക്കുമരം സെൻറ്ററിലും ചുറ്റും അരയാലും. എപ്പോഴും ഈ അരയാൽ മരത്തിൻ്റെ താഴെ നിന്ന് വിശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ്, ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഈ അരയാലിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറേ വള്ളികൾ തൂങ്ങി കിടക്കണ്ടാവും. അപ്പോൾ നമുക്കത് തൂങ്ങി ആടാം, അതുപോലെ തന്നെ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ തേക്കിന് ഇവിടെ കന്നിമാരി തേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. കന്നിമാരിയിൽ വന്ന് കന്നിമാരി തേക്ക് എവിടെയെന്ന് ചോദിച്ചാൽ മതി, എല്ലാവരും പറഞ്ഞു തരും. മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ മാറിയിട്ടാണ് ഈ തേക്കുള്ളത്. ഈ പൈതൃക വൃക്ഷം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ്. എക്സാക്ട് സ്ഥലം പറയുകയാണെങ്കിൽ കന്നിമാരിയിൽ നിന്ന് കന്നിമാരി സെൻറ്റ് പോൾസ് സ്കൂൾ പോകുന്ന വഴിയിലാണ്. ശരിക്കും നമ്മുടെ വീടിന് അടുത്തുള്ള മരം തന്നെയാണിത്. പക്ഷേ ഇതിന് ഇത്രത്തോളം പഴക്കമുണ്ടെന്ന് അറിഞ്ഞത് പത്രവാർത്ത വന്നപ്പോഴാണ്. മാത്രമല്ല ഇത് ഇത്രത്തോളം കൗതുകരമായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ടാണ് ഇതൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.